നമസ്കാരം. പശ്ചിമേഷ്യയിൽ US-ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ അതിരൂക്ഷമാകുന്നു. റിയാദിലെ US എംബസിക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണവും ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള ഇറാന്റെ തീരുമാനവും മേഖലയെ പൂർണ്ണമായ യുദ്ധത്തിലേക്കാണ് നയിക്കുന്നത്. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലെ നയതന്ത്ര മേഖലയെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ US എംബസിക്ക് തീപിടിച്ചു. 2 ഡ്രോണുകളാണ് എംബസിക്ക് നേരെ ആക്രമണം നടത്തിയത്. നയതന്ത്ര മേഖലയിലേക്ക് എത്തിയ മറ്റ് 4 ഡ്രോണുകളെ സൗദി വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ടു. ആക്രമണത്തെ തുടർന്ന് പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ കഴിയുന്ന തങ്ങളുടെ പൗരന്മാരോട് ഉടൻ മടങ്ങാൻ അമേരിക്ക നിർദ്ദേശം നൽകി. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് ആസ്ഥാനത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തി. ടെഹ്റാനിലെ ആസ്ഥാനത്തിന് സമീപം 2 ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ആക്രമണങ്ങൾക്കിടയിലും സംപ്രേഷണം തടസ്സമില്ലാതെ തുടരുന്നതായി ഇറാൻ അറിയിച്ചു. ഇസ്രയേൽ ആക്രമണം ശക്തമായതോടെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടിരിക്കുകയാണെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ പ്രഖ്യാപിച്ചു. കടലിടുക്കിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്ന ഏത് കപ്പലിനും തീയിടുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. ആഗോള ക്രൂഡ് ഓയിൽ നീക്കത്തിന്റെ നിർണായക പാതയായ ഹോർമൂസ് അടയ്ക്കുന്നത് ലോകമെമ്പാടും എണ്ണവില കുത്തനെ ഉയരാൻ കാരണമാകും. ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടാനുള്ള ഇറാന്റെ തീരുമാനം ആഗോളതലത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകളിലൊന്നായ ഇവിടെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ വെറുമൊരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് ആഗോള സാമ്പത്തിക ക്രമത്തെ തന്നെ അസ്ഥിരപ്പെടുത്തുന്ന ഒന്നാണ്. ലോകത്ത് ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 20 മുതൽ 30% വരെ കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളുടെ എണ്ണ കയറ്റുമതി തടസ്സപ്പെടുന്നത് വിപണിയിൽ എണ്ണയുടെ ലഭ്യത കുറയ്ക്കും. ഇത് ബാരലിന് $100 മുകളിലേക്ക് വില ഉയരാൻ കാരണമായേക്കാം. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ പെട്രോൾ, ഡീസൽ വില വർധനവിന് വഴിവെക്കും. എണ്ണവില കൂടുന്നത് ഗതാഗത ചെലവ് വർദ്ധിപ്പിക്കും. ഇത് നിത്യോപയോഗ സാധനങ്ങളുടെയും ഭക്ഷണ സാധനങ്ങളുടെയും വിലക്കയറ്റത്തിനും കാരണമാകും. ലോകം ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങാനടക്കം ഇത് ഇടയാക്കിയേക്കാം. ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 52 പേർ കൊല്ലപ്പെടുകയും 154 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. തെക്കൻ കിഴക്കൻ ലെബനൻ, ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശം എന്നിവിടങ്ങളിലാണ് ആക്രമണത്തെ തുടർന്ന് 28,500-ലധികം ആളുകൾ വീടുകൾ ഉപേക്ഷിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയതായി അധികൃതർ വ്യക്തമാക്കി. ഇറാന്റെ ആക്രമണത്തിൽ ഇതുവരെ 6 US സൈനികർ കൊല്ലപ്പെട്ടതായാണ് വിവരം ലഭിക്കുന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ഭീഷണി ഇല്ലാതാക്കാനാണ് ഈ സൈനിക നടപടിയെന്നും US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും വ്യക്തമാക്കുന്നു. ഇത് ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള യുദ്ധമല്ല, മറിച്ച് അമേരിക്കയുടെ സുരക്ഷ ഉറപ്പാക്കാനാണ്. ഇറാന്റെ ആയുധശേഖരം അമേരിക്കയ്ക്ക് ഭീഷണിയാണെന്നും പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞു. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ ലോകത്തിന് മുഴുവൻ ഭീഷണിയാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിശദീകരണം. ഈ ഓപ്പറേഷൻ ഡൊണാൾഡ് ട്രംപിന്റെയും അമേരിക്കയുടെയും പൂർണ്ണ പിന്തുണയോടെയാണെന്ന് നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഖമനേയുടെ ഭാര്യയെ 79-കാരിയായ മൻസൂറെ ഖൊജസ്തെ ബഗാർസ്തെയും കൊല്ലപ്പെട്ടു. ഭർത്താവ് ആയത്തുള്ള അലി ഖമനേയി ടെഹ്റാനിലെ വസതിയിൽ കൊല്ലപ്പെട്ട 2 ദിവസത്തിന് ശേഷമാണ് ഇവരുടെ മരണം. ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഖമനേയുടെ മകൾ, പേരക്കുട്ടി, മരുമകൻ എന്നിവരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഞായറാഴ്ച ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു.